ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിന്റെ മറ്റൊരു ഓർഡിനോ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഓർഡിനോ ഡാറ്റ ടൈപ്പുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓർഡിനോ പ്രോഗ്രാമിംഗിന് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഓർഡിനോ പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ സി അല്ലെങ്കിൽ C++ പ്രോഗ്രാമിംഗിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനുകളും അതുപോലെ തന്നെ ഡാറ്റ ടൈപ്പുകളും എല്ലാം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓർഡിനോ പ്രോഗ്രാം സി അല്ലെങ്കിൽ C++ പ്രോഗ്രാമിന്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ഒരു ഡാറ്റ ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്പ് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുവാനും അതുപോലെ ഫംഗ്ഷൻസ് ഡിക്ലെയർ ചെയ്യാനും എല്ലാമാണ്. ഒരു വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് അനുസരിച്ചാണ് അത് എത്രത്തോളം സ്പേസ് മെമ്മറിയിൽ ഒക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഡിനോട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മൾ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിന്റെ ബിറ്റ് പാറ്റേൺ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതും തീരുമാനിക്കുന്ന ഡാറ്റ ടൈപ്പുകളാണ്. ഓർഡിനോയിൽ നമുക്ക് കുറേയധികം ഡാറ്റ ടൈപ്പുകളുണ്ട്. അതിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഡാറ്റ ടൈപ്പുകൾ നമുക്ക് നോക്കാം. വോയിഡ്, ബൂളിയൻ, ക്യാരക്ടർ, അൺസൈൻഡ് ക്യാരക്ടർ, ബൈറ്റ്, ഇൻറ്റിജർ, unsigned integer, word, long, unsigned long, short, float, double, array, string character array, string object. ഈ ഓരോ ഡാറ്റ ടൈപ്പുകളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരുന്ന സെഗ്മെന്റുകളിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ വോയിഡ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. വോയിഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എംപ്റ്റി ആയ ഒരു സാധനം അല്ലെങ്കിൽ ശൂന്യത എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർക്കേണ്ടത് വോയിഡ് ഡാറ്റ ടൈപ്പ് ഒരു എംപ്റ്റി ഡാറ്റ ടൈപ്പ് ആണ് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. വോയിഡ് ഡാറ്റ ടൈപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും ഫംഗ്ഷനുകൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നും നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നില്ല. വോയിഡ് ഡാറ്റ ടൈപ്പ് വച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനിലോട്ട് കോൾ ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ തിരിച്ച് റിട്ടേൺ വരുമ്പോഴത്തേക്കും ഔട്ട്പുട്ടുകളൊന്നും കോളിംഗ് ഫംഗ്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതിൽ നിന്നൊരു എംപ്റ്റി വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി വോയിഡ് ഡാറ്റ ടൈപ്പിന്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഓർഡിനോ പ്രോഗ്രാമിലും വേണ്ട ഫംഗ്ഷനുകൾ ആദ്യം നമുക്ക് കൊടുക്കാം. അതായത് വോയിഡ് സെറ്റപ്പ്, ഇത് ഒരു ബ്രേസസ് ഇട്ട് ഓപ്പൺ ചെയ്തു, സ്പേസ് ഇട്ടതിന് ശേഷം വോയിഡ് ലൂപ്പ്. ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ പ്രോഗ്രാമും തുടങ്ങാവുള്ളൂ. ആദ്യം തന്നെ വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും എഴുതി വയ്ക്കുക. എന്നിട്ട് വോയിഡ് സെറ്റപ്പിൽ വേണ്ട കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് വേരിയബിൾ ഡിക്ലറേഷൻ, പിൻ മോഡ് സെറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. വോയിഡ് ലൂപ്പിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും അതുപോലെ ഫംഗ്ഷൻ കോളുകളും എല്ലാം നമുക്ക് ചെയ്യാം. വോയിഡ് ഡാറ്റ ടൈപ്പിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു അഡീഷന്റെ ഒരു പ്രോഗ്രാം ചെയ്യണം. അഡീഷന് എനിക്ക് രണ്ട് വേരിയബിൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് എസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ സ്റ്റോർ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ മാത്രമേ ഈ അഡീഷൻ ഫംഗ്ഷൻ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വോയിഡ് ഡാറ്റ ടൈപ്പ് ഇട്ട് നമുക്കൊരു അഡീഷൻ ഫംഗ്ഷൻ എഴുതാം. വോയിഡ് ആഡ് is equal to a plus b. ഇത്രയേ ഉള്ളൂ എൻ്റെ അഡീഷൻ ഫംഗ്ഷൻ. ഈ ഒരു ഫംഗ്ഷന് ചെയ്യുന്നതെന്ന് വെച്ചാൽ എസ് എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് എയും ബിയും വേരിയബിളിലുള്ള വാല്യൂസ് നമ്മൾ ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുക എന്നൊരു ഫംഗ്ഷൻ മാത്രം. അഡീഷൻ ഫംഗ്ഷൻ ഈ ലൂപ്പിൽ വിളിക്കുന്നുണ്ട്. എന്നാലേ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അഡീഷൻ ഫംഗ്ഷനിലോട്ട് പ്രോഗ്രാമിൻ്റെ ഫ്ലോ ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ അഡീഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നതിന് ശേഷം എസ് ഈക്വൽ ടു a plus b എന്ന് പറഞ്ഞ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ചു പോകുന്നു. പക്ഷേ അവിടെ ആഡ് ചെയ്ത് കിട്ടിയ അതിൻ്റെ റിസൾട്ടോ ഔട്ട്പുട്ടോ ഒന്നും നമുക്ക് ഈ ലൂപ്പിൻ്റെ അകത്ത് കാണാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഈ അഡീഷൻ എന്ന ഫംഗ്ഷൻ വോയിഡ് ഡാറ്റ ടൈപ്പ് ഇട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ആ ഒരു ഫംഗ്ഷനിൽ നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് ഒന്നും കിട്ടാനില്ല. അവിടെ എന്താണോ ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യുക, തിരിച്ചു വരിക എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, അതിലെന്തൊക്കെ പാരാമീറ്റേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, എവിടെയൊക്കെ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ ഓർഡിനോയുടെ ഫംഗ്ഷൻസിന്റെ സെക്ഷൻ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വോയിഡ് നമ്മൾ ഫംഗ്ഷൻ ഡിക്ലറേഷനുകളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ തന്നെ വോയിഡ് ഇട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്ന് ഔട്ട്പുട്ട് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ കാണാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.